ഹലോ ഗായ്സ്, ഏവർക്കും എന്റെ പുതിയ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് സ്വാഗതം. ഹലോ ഗായ്സ്, ഇപ്പോൾ ചൂടൊക്കെ മാറിയിരിക്കുകയാണ്. നല്ല മഴയൊക്കെ തുടങ്ങി. നേരത്തെ പെരപ്പുറത്തൊക്കെ ഉണങ്ങാനിട്ടേക്കുന്ന ജെട്ടി 3 മിനിറ്റ് കൊണ്ട് ഉറങ്ങുമായിരുന്നു. ഇപ്പൊ മഴക്കാലമായതുകൊണ്ട് ഫാനിട്ട് ഉണക്കേണ്ട ഒരു അവസ്ഥയാണ്. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിറയുടെ തീരത്താണ്. പക്ഷെങ്കിൽ ഇവിടെ ചില സാമൂഹിക വിരുദ്ധന്മാർ ഈ പ്രകൃതിയെ നശിപ്പിക്കുന്നുണ്ട്, ചൂഷണം ചെയ്യുന്നുണ്ട്. ഇവിടെ ചുറ്റും വേസ്റ്റുകളും കൂടെ നിറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ദയവ് ചെയ്ത് ഇവിടെ വൃത്തിയായിട്ട് തന്നെ ഇടണം. ഇവിടെ ഈ പ്രകൃതിയെ നശിപ്പിക്കരുത്. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ടാസ്കുമായിട്ടാണ്. ചേട്ടാ, ഇപ്പോൾ ഒരു ജെട്ടി ഉണങ്ങാൻ എത്ര സമയം എടുക്കുമെന്ന് പറയാം? ജെട്ടി ഉണങ്ങാൻ ഒരു മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ. എന്തോ കമ്പിളി വല്ലതും വെട്ടിയാണ് ജെട്ടിയായിട്ട്? ബ്രോ എന്റെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടോ? ഏതാ പേജ്? ദിയാഞ്ചസ്. ഇല്ലല്ലേ? ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ വില കൂടിയ തുപ്പി താങ്കൾക്ക് സമ്മാനമായിട്ട്. അതെ, ആർക്കും പഠിക്കാൻ കൊണ്ടു കൊടുക്കുമോ? ബ്രോ അങ്ങനെ പോവല്ലേ ബ്രോ. എത്ര മിനിറ്റ് കൊണ്ട് ജെട്ടി ഉണങ്ങിക്കുന്നു പറഞ്ഞു. ബ്രോ ജെട്ടി ഇടുന്ന ആളാണ്? അല്ല, ഞാൻ ജെട്ടി ഇടാറില്ല അല്ലേ? അതിവിടെ ഒരു മണി ഇരിക്കുന്ന സൗണ്ട് കഴിയുന്നു. പാമ്പ് പിടിച്ച ഒരു ലോട്ടറിക്കാരൻ ചേട്ടൻ അവിടെ ലോട്ടറി ഇരിക്കുന്നുണ്ട്. ചേട്ടൻ്റെ അടുത്ത് നൈസിന് നമുക്കൊരു ടാസ്ക് കൊടുക്കാം. ഓക്കെ, ചേട്ടാ പേരെന്തായിരുന്നു? അയ്യോ, ചേട്ടന്റെ പേരെന്തായിരുന്നു? പേരോ? പ്രശാന്ത്. ചേട്ടാ, ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടായിരുന്നു ഞങ്ങള്. ഇവിടുന്ന് മാറണോ? അയ്യോ മാറണ്ട, ചേട്ടന് ചെറിയൊരു ടാസ്ക് തരാം. ഡെസ്ക് കിട്ടിയിട്ട് കാര്യമില്ല, ഒരു കസരങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, കാര്യമില്ല. അയ്യോ അതല്ലേ ചേട്ടാ, നിങ്ങൾക്ക് ദിയാഞ്ചസ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾക്ക് ഈ ഭൂലോകത്തിന് ചൂടുള്ള എന്ത് വേണമെങ്കിലും ഒരു കുഴപ്പമില്ല. ചേട്ടൻ എന്ത് വേണമെങ്കിലും ആ കടയിൽ കയറി പഠിച്ചു കഴിക്കും, ഒരു കുഴപ്പമില്ല. ലോട്ടറി എടുത്താൽ മതി, കാര്യമായ. ചേട്ടൻ അത് എടുക്കാം. ചേട്ടൻ ആദ്യം ഫുഡ് കഴിക്കേട്ടാ. ലോട്ടറി എടുത്താൽ മതി. ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ആരുമില്ല. ചേട്ടൻ കല്യാണം കഴിച്ചോണോ? ആരുമില്ല. ചേട്ടൻ വിഷമിക്കണ്ട. ചേട്ടൻ ഇന്നത്തെ ഞങ്ങളുടെ വീട് ഹൈലൈറ്റ്. അതുകൊണ്ട് തന്നെ ചേട്ടൻ എന്താഗ്രഹം ഉണ്ടെങ്കിലും ഞങ്ങൾ സാധിച്ചു. മനസ്സിലായി. നമുക്ക് ലോട്ടറി ഒക്കെ നമുക്ക് ആദ്യം ഫുഡ് കഴിക്കാം. അത് കൂടാതെ ചേട്ടൻ എന്താഗ്രഹം സാധിച്ചു തരാം. എടുക്കാം. ചായ വാങ്ങിക്കാനുള്ള പൈസ ഉണ്ട് ചേട്ടൻ. അത് കൂടാതെ ഒരു വലിയ ആഗ്രഹം പറഞ്ഞു. പറയട്ടെ, പാലാരിവട്ടത്ത് ക്രോസ് മസാജിന് പോകാൻ പറ്റുമോ? മെറ്റയുടെ തൂണിന്റെ താഴെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ മസാജ്. എടാ പോടാ കാമക്കൂതിരെ. ക്രോസ് മസാജ് അവന്റെ. അയ്യേ, നീ കാലിവയർ ആനക്കത്താണ് ഇമാരി കഴപ്പ്. അക്കണക്കിന് ഫുള്ള് വയറായിരുന്നെങ്കിലോ? കുതിര കഴപ്പൻ കാലിവയർ.